പോയി പോയി ആ സുമേഷിനെക്കാളും കഷ്ടമാണല്ലോ നീ. സുമേഷ് 3 ദിവസത്തിന്റെ ഉള്ളില് ആ മൂലയ്ക്ക് ഉമ്മ കൊടുക്കണമെന്നേ പറഞ്ഞിട്ടുള്ളൂ. അത് ഡയറക്റ്റ് ആയിട്ട് കൊടുക്കണമെന്നൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഞാൻ സ്മാർട്ട് ആയിട്ട് കൊടുക്കും. ആ മുഹൂർത്തിനി എപ്പോഴാന്നൊന്ന് പറഞ്ഞു തുലയ്ക്കാവോ? ഇപ്പൊ തന്നെ ദാ നോക്കിക്കോ. ഫോണിലുള്ള അവളുടെ ഫോട്ടോക്ക് ഞാൻ ഉമ്മ കൊടുക്കും, അത്രേ ഉള്ളൂ. അയ്യോ ആദ്യ, നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അച്ഛാ പതുക്കെ, ഞാൻ ചേട്ടനെ സ്പൈ ചെയ്യുവാ. വേദാന്തിനെയോ? എന്നാ ഞാനും കൂടാ. അയ്യോ അച്ഛാ, അങ്ങനെയല്ല, ഇങ്ങനെ. ബോസ്, നിന്നെ കൊണ്ട് പറ്റില്ല ചെക്ക. നിനക്ക് പേടിയാ. നിന്നെക്കാളും ധൈര്യമുള്ളത് നിന്റെ കഴുതയ്ക്ക് തന്നെ. ആദ്യ, എത്ര നേരമായി നീ ഇവിടെ? കൊറേ നേരമായി അച്ഛാ. നിനക്ക് എന്തായാലും വേറെ ജോലിയൊന്നുമില്ലേ? അത്രയും നേരം ഞാൻ ജീവിച്ചോണ്ട് വന്നിട്ട് ഒന്നും കേട്ടില്ല. നീ വല്ലതും കേട്ടോ? ഒന്ന് പോ. അച്ഛാ ഇപ്പൊ കേക്കും, വാ. അച്ഛാ വാ. ഇവിടെ എന്താ രണ്ടാളും ചെയ്യുന്നേ? അല്ല, അത് വേദാന്തെ, ഞാൻ അങ്ങോട്ട് വരികയായിരുന്നു. ഞാൻ പോവായിരുന്നു. ഇവളിവിടെ വീഴാൻ പോയി. ഞാൻ വീഴാൻ പോയി. നിങ്ങൾ രണ്ടാക്കും ശരിക്കും കള്ളം പറയാൻ അറിഞ്ഞൂടാ. രണ്ടാളും ഡോറിൽ കാതോർത്ത് നിൽക്കുകയായിരുന്നു അല്ലേ? ചേട്ടാ, അത് നീയും ഞാനും. എന്റെ മോള് പോയി കിടക്ക്. ഇനി പുതിയ കഥ ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. രണ്ടാളും പോയി കിടന്നുറങ്ങാൻ നോക്ക്. ആദ്യക്കും എന്റെ മേലെ ഡൗട്ട് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നേ. എന്റെ റൂമിൽ പോലും എനിക്ക് പ്രൈവസി ഇല്ലേ? ഞാൻ നേരത്തെ ചുമ്മാ പറഞ്ഞല്ല. ഐ വിഷ് യു ഓൾ ദ ലക്ക് ഇൻ ദ വേൾഡ്. ഇതുകൊണ്ട് തന്നെ അതൊക്കെ അങ്ങോട്ട് മാറ്റി വെച്ച മോളെ. ശരി അമ്മേ. കണ്ണാ, നീ എന്തിനാ മോനെ ഇതൊക്കെ ചെയ്യുന്നേ? ദിവസവും നീ ജോലി ചെയ്ത് ക്ഷീണിച്ചല്ലേ ഇങ്ങോട്ട് വരുന്നേ? പോയി ഉറങ്ങിക്കോ. അമ്മേ, ഇന്ന് അത്രയും തിരക്കുകളും ക്ഷീണവും ഒന്നും ഉണ്ടായിട്ടില്ല. അതിഥി അവളുടെ ഫ്രണ്ടിന്റെ വീട്ടിലേക്ക് ഉണ്ടാക്കി തിരിച്ചു കൊണ്ടുവന്നു. അത് കഴിഞ്ഞിട്ടൊരു 4-5 ട്രിപ്പ് ഉണ്ടായിരുന്നു. അതുകൂടെ തൊട്ടടുത്ത് തന്നെ. കൂടുതൽ ട്രാവൽ ചെയ്തിട്ടില്ല. എന്നാല് വീട്ടിലുള്ളത് പോലൊന്നും ആവില്ലല്ലോ മോനെ. തീർച്ചയായും ക്ഷീണമുണ്ടോ നിനക്ക്? പക്ഷെ വിശേഷ ദിവസം വർഷത്തിൽ ഒരിക്കലല്ലേ വരുള്ളൂ. ആ സമയത്തെ പ്രിപ്പറേഷൻ നല്ല രസമുള്ളതല്ലേ?
അമ്മേ, നിന്റെ ഓഫീസിൽ നിന്ന് സിദ്ധാർത്ഥിനെ വേദാന്തിനെ ഒക്കെ വിളിച്ചല്ലോ അല്ലേ? അതെ അമ്മ, വിളിച്ചിട്ടുണ്ട്. നാളെ വിശേഷ ദിവസത്തിന്റെ കാര്യം പറയാന് അച്ഛൻ മരുമകന്റെ വീട്ടിൽ പോയിരിക്കുക. വരാനുള്ള സമയമായി. എല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടന്ന എന്റെ സൈഡിൽ നിന്നും വേദാന്തിന്റെ അച്ഛനെയും വീട്ടുകാരെയും ഒക്കെ വിളിക്കണം. കള്ളനും കള്ളി. എന്തൊരു ഭംഗിയാ കാണാൻ. ഇപ്രാവശ്യം നടക്കുന്ന ഏരിയ കോമ്പറ്റീഷനിൽ നമുക്കാണ് ഫസ്റ്റ് പ്രൈസ്. എല്ലാ വർഷത്തെയും പോലെ ഈ വർഷവും വിജയദശമി ദിവസം നമ്മുടെ എംപ്ലോയീസിന് എല്ലാവർക്കും ചോക്ലേറ്റ് വിഷസ് അയക്കണം. ആ പിന്നെ വേദാന്ത് വെഞ്ചേഴ്സിന്റെ ലോഗോ വെക്കാനായിട്ട് മറന്നു പോകരുത്. ശരി, നമ്മുടെ എംപ്ലോയീസിനൊക്കെ എന്ത് ഗിഫ്റ്റ് കൊടുക്കണം എന്നുള്ള കാര്യം തീരുമാനമായോ? കഴിഞ്ഞ പ്രാവശ്യം നമ്മള് മ്യൂസിക് സിസ്റ്റം അല്ലേ എല്ലാവർക്കും കൊടുത്തത്? ഓക്കെ, അതെന്തായാലും നിങ്ങൾ എനിക്ക് ഫോട്ടോ ഒന്ന് അയച്ചതാ, ഞാനൊന്ന് ചെക്ക് ചെയ്യട്ടെ. ഡൈനിങ് ടേബിളില് ഫോണ് അലൗഡ് അല്ല, അത് നിന്റെ നിയമമാണ്. അമ്മേ, ഇത്രയൊക്കെ വർക്ക് നിങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യുന്നതല്ലേ? എങ്ങനെ മാനേജ് ചെയ്യുന്നു? നമ്മുടെ കമ്പനിയിൽ നമുക്ക് വേണ്ടി ജോലി ചെയ്യുന്ന ജോലിക്കാരുള്ളത് കൊണ്ടല്ലേ നമ്മൾ ഇത്ര സന്തോഷത്തോടെ കഴിയുന്നത്. സോ ഒരു വിശേഷ ദിവസം വരുമ്പോ അവരെ സന്തോഷിപ്പിക്കേണ്ടത് നമ്മുടെ കടമയല്ലേ? അതുമല്ല, അവരെ നമ്മളോടൊപ്പം ചേർത്ത് നിർത്താൻ ഇത് നല്ലൊരു അവസരമാണ്. ഇങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മൾ അവർക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്യേണ്ടത്. ഇതൊരു തരം എംപ്ലോയി എൻഗേജ്മെന്റ് പ്രോഗ്രാമാ. ഞാൻ ഇവിടുന്ന് ജോലി വിടും, എനിക്ക് ഇൻക്രിമെന്റ് തരണം എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ കുറയുകയും ചെയ്യും. അതുകൊണ്ട് നമ്മൾ എക്സൈറ്റിംഗ് ആയിട്ട് നമ്മുടെ ബജറ്റിനുള്ളിൽ നിൽക്കുന്ന ഗിഫ്റ്റുകളാ കൊടുക്കുന്നത്. എങ്ങനെയാണ് വിശേഷ ദിവസം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണെന്നങ്ങ് പറയും. വീട്ടിലാണെങ്കിൽ ഗർഭിണിയായിട്ടുള്ള ഒരു മകളുണ്ട്. ഈ സമയത്ത് പ്രതിമയൊക്കെ വെച്ച് ആരതിയൊക്കെ എടുത്ത് അവൾക്കും കുറച്ച് സന്തോഷമൊക്കെ കൊടുക്കാമായിരുന്നു. പക്ഷെ അത് ചെയ്യില്ല. നീ വിചാരിച്ചു തന്നെ നിനക്ക് നടത്തണമല്ലേ? എല്ലാത്തിലും ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാതമ്മേ. ആരാ ഇപ്പൊ പ്രശ്നം ഉണ്ടാക്കിയതമ്മേ? നാളെ എന്തായാലും അമ്മൂലയുടെ വീട്ടില് പൂജ നടക്കുന്നുണ്ട്. അവളുടെ അച്ഛൻ ഇന്ന് രാവിലെ വന്നതും കൂടെ അല്ലേ. ആദിക്കും അത് വലിയ സന്തോഷം തന്നെയായിരിക്കും. സോ ടെൻഷൻ എന്തിനാ? നാളെ എല്ലാവർക്കും കൂടെ അങ്ങോട്ട് പോവാം. ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞാ പിന്നെ അതിനൊരു മറുവാക്കില്ല. അവനെ എന്റെ കൊച്ചുമോനാണ്. എപ്പോഴും ബെസ്റ്റ് ഐഡിയ മാത്രമേ തരുള്ളൂ.
ഇപ്പൊ ഇവനെ കണ്ടാലേ ഒരു ടെൻഷനും ഇല്ലാതെ ഫുൾ ക്യാൻഡി പോലെ തോന്നുന്നേ. So sweet. ഒരു പ്രാവശ്യം ഉണർന്നു കഴിഞ്ഞ അമേരിക്കൻ പ്രസിഡന്റിന് പോലും ഇല്ലാത്ത ടെൻഷനും കൊണ്ട് അട്ടിക്കാൻ വരും. അയ്യോ, ഒരു പൊട്ടൻ. മഴയത്ത് കൊട പിടിക്കുന്ന പോലെ, ചൂടുള്ളപ്പോ ഫാൻ ഇടുന്ന പോലെ ബെഡ്ഷീറ്റ് എന്ന് പറയുന്നത് തണുപ്പ് കാലത്തിനുള്ളതാ. അത് യൂസ് ചെയ്യാനും അറിയില്ല. ഈ സമയത്ത് നീ എന്താ ഇവിടെ ചെയ്യുന്നേ? അത് നിങ്ങളുടെ ബെഡ്ഷീറ്റ്. അടുത്തു വരണ്ട. നല്ല മര്യാദയുള്ള വീട്ടിലെ പയ്യനാ ഞാൻ. എന്നെ കുറിച്ച് എന്താ നീ വിചാരിച്ചേക്കുന്നേ? ഇതാണ് കിടക്കുന്നു. ഏത് ലെവലിലെ ഇമാജിൻ ചെയ്യുന്ന നോക്ക്. നിങ്ങളുടെ ബെഡ്ഷീറ്റേ നിങ്ങളുടെ കാലിന്റെ അടിയിലായിരുന്നു. അതൊന്ന് എടുത്ത് പുതപ്പിച്ചു തരാൻ വന്നപ്പോ ഞാൻ നിങ്ങളെ ബലാത്സംഗം ചെയ്യാൻ വന്ന പോലെയാണല്ലോ പെരുമാറുന്നേ. ഇന്നത്തെ കാലം ശരിയല്ല. 4 പെൺകുട്ടികളുള്ള വീട്ടിൽ ആണായിട്ട് ഞാൻ ഒരാളേ ഉള്ളൂ. എന്റെ സേഫ്റ്റി ഞാൻ നോക്കണ്ടേ? ഇറങ്ങു പുറത്ത്. എടോ, എന്തൊക്കെയാ ഈ പറയുന്നേ? കാസറ്റ് തിരിച്ചിട്ടിട്ട് എന്റെ ഡയലോഗ് എന്നോട് പറയുവാണോ? ഞാനും നല്ല വീട്ടിലെ പെൺകുട്ടിയാ. ഇപ്പൊ ഞാൻ കണ്ടു. അയ്യോ ദൈവമേ, ഞാൻ ബെഡ്ഷീറ്റ് പുതപ്പിച്ചു തരാനാ വന്നേ. പക്ഷേ നിങ്ങൾ ഉണർന്നെന്ന് ഞാൻ അറിഞ്ഞില്ല. സോറി. അതിന്റെ ഒന്നും ആവശ്യമില്ല. നീ ഒന്നും പറയണ്ട. ഈ വീട്ടില് നീ വലിയ ഡേഞ്ചർ. ഇറങ്ങു പുറത്ത്. ഓ, പോകാൻ പറഞ്ഞ പൊക്കോണം. ആൺകുട്ടികൾക്ക് ഈ ലോകത്ത് ഒരു വിലയില്ലാണ്ടായി. പൊയ്ക്കോ പൊയ്ക്കോ, ഇറങ്ങ്. സീൻ എവിടുന്ന് എവിടെ പോയി? എന്റെ ക്യാരക്ടറിനെ ഞാൻ തന്നെ സംശയിക്കുന്ന പോലെ ആക്കി. മരക്കഴുത. എനിക്ക് മനസ്സിലാവാതെ വേറെ ആരെയും കിട്ടാത്ത പോലെ ഇവനെ എന്തിനാ ഞാൻ പ്രേമിക്കുന്നെന്ന്. തല വിധി. ഇതിന്റെ ആവശ്യം ഉണ്ടായിരുന്നു എനിക്ക്. കാട്ടുപോത്ത്. ആരിനി എന്ത് വിചാരിച്ചാലും ഒരു പ്രശ്നവുമില്ല. എനിക്ക് അന്ധവിശ്വാസമോ എന്താണെന്നെങ്കിലും പറഞ്ഞോട്ടെ. പക്ഷെ എനിക്ക് എന്റെ അമ്മൂലിയാണ് ഏറ്റവും വലുത്. ഞങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇനി പ്രശ്നങ്ങളൊന്നും വരാൻ പാടില്ല. ഏതായാലും ഇപ്പൊ എല്ലാരും ഉറങ്ങിയതല്ലേ. ഈ സമയത്ത് ഞാൻ അവളുടെ ഫോട്ടോയ്ക്ക് ഉമ്മ കൊടുത്ത ആരും അറിയാൻ പോകുന്നില്ല. കഴുതക്കുട്ടി, ഞാനൊരു ഉമ്മ കൊടുക്കാൻ വേണ്ടി വിചാരിച്ചപ്പോ അവളിതേ ഇങ്ങോട്ടേക്ക് വിളിച്ചിരിക്കുന്നു. ഈ ടെലിപ്പതി എന്ന് പറയുന്നത് വെറുതെ അല്ല അല്ലേ? സോ സ്വീറ്റ്. ഹലോ. ഹായ് കളച്ചെറുക്ക. കോൾ ചെയ്യുന്നതിന് മുൻപ് എന്തെങ്കിലും ക്ലൂ തന്നൂടെ നിനക്ക്? ഞാൻ എത്ര പേടിച്ചു എന്നറിയോ? പേടിയോ? അങ്ങനെ പേടിക്കാൻ പാകത്തിന് നീ എന്ത് ചെയ്യായിരുന്നു? അങ്ങനെ